പടക്കളത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തീയതി കൂടി വന്നതോടെ തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ ആവേശകരമായി മാറുകയാണ്. പടക്കളം ഓരോ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ആ ലോക്സഭാ മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ആവേശത്തെ പകർത്തി പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടുള്ള യാത്ര തുടരുകയാണ്. ഇന്നിപ്പോൾ ഇടുക്കിയിലാണ്. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുള്ള പടക്കളം വണ്ടിപ്പെരിയാറിലാണ്. ഇപ്പോൾ വലിയൊരു വിഭാഗം രാഷ്ട്രീയ പ്രവർത്തകർ, അതുപോലെ തന്നെ ഈ വണ്ടിപ്പെരിയാർ പൗരാവലിയൊക്കെ പടക്കളത്തെ വളരെ സജീവമാക്കാൻ നമ്മൾക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ഇന്ന് ഈ പടക്കളത്തിൽ പങ്കുചേരുന്ന മുന്നണി വക്താക്കളെ, നേതാക്കളെ നമ്മൾക്ക് ആദ്യം പരിചയപ്പെടാം. ശ്രീ EM ആഗസ്തി, കോൺഗ്രസ് നേതാവ്, UDF. ശ്രീ CV വർഗീസ്, CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി, LDF. ശ്രീ C സന്തോഷ് കുമാർ, BJP NDA. ശ്രീ അഗസ്തി, താങ്കളിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഡീൻ സിറ്റിംഗ് MP ആണ്. ജോയ്സ് ജോർജ് അതിനു മുൻപ് ഇതേ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച MP ആയിരുന്നു. യഥാർത്ഥത്തിൽ ഒരു വിലയിരുത്തൽ ജനങ്ങൾക്ക് നടത്താൻ ഇതുപോലൊരു മണ്ഡലം ഉണ്ടെന്ന് തോന്നില്ല. അത്ര ശക്തമായ ഒരു വിലയിരുത്തലിന് വിധേയമാകുമ്പോൾ ഡീൻ നേരിടുന്ന പ്രശ്നങ്ങൾ ചെറുതാണോ? മാത്രമല്ല, പെൻഡിംഗ് ആയ MP ഫണ്ടിൽ തന്നെ ഏതാണ്ട് 4 കോടിയിൽ പരം രൂപ ഇനിയും ചെലവഴിക്കാത്തതായി ആ ലിസ്റ്റിൽ കേരളത്തിലെ തന്നെ ഒന്നാമനായി നിൽക്കുന്ന MP ഇടുക്കിയിലേതാണെന്നുള്ള വാർത്തകളും വിവരങ്ങളും നമ്മുടെ എല്ലാം മുമ്പിലുണ്ട്. ആ അവസ്ഥ നിങ്ങളെ സംബന്ധിച്ച് പ്രതികൂലമായ ഒരു സാഹചര്യം മണ്ഡലത്തിൽ സൃഷ്ടിക്കുന്നുണ്ടോ? ഇല്ല, തീർച്ചയായും യാതൊരു പ്രതിസന്ധിയും ഇടുക്കി നിയോജകമണ്ഡലത്തിൽ മത്സരിക്കുന്ന UDFിൻ്റെ സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിനില്ല. കാരണം 5 വർഷക്കാലം അദ്ദേഹം നിയോജകമണ്ഡലത്തിലെ നിറസാന്നിധ്യമായിരുന്നു. ആർക്കും പ്രാപ്യനായ MP, അതുപോലെ തന്നെ പാർലമെൻറ്റിൽ നിറസാന്നിധ്യമാണ്. പാർലമെൻറ്റിലെ നടപടിക്രമങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തം ഈ രാജ്യം മുഴുവൻ, കേരളം മുഴുവൻ കണ്ടതാണ്. നിയമനിർമ്മാണ രംഗത്തും അതുപോലെ തന്നെ വികസന രംഗത്തും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. പ്രഥമ സമ്മേളനത്തിൽ തന്നെ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ സമ്മേളനത്തിൽ തന്നെ സംസാരിക്കാൻ അവസരം കിട്ടിയ ഇന്ത്യയിലെ അപൂർവം MPമാരിൽ ഒരാളാണ് ശ്രീ ഡീൻ കുര്യാക്കോസ്. മാത്രമല്ല, കോൺഗ്രസ് പാർട്ടി രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ്. പാർലമെൻറ്റിലെ നടപടിക്രമം അനുസരിച്ച് പാർലമെൻറ്റ് അംഗങ്ങൾക്ക് സംസാരിക്കാൻ സമയം നിശ്ചയിക്കുന്നത് ഓരോ പാർട്ടിക്കും പാർലമെൻറ്റിലെ അംഗസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ്. ഓരോ വിഷയത്തെ സംസാരിക്കാൻ കോൺഗ്രസ് പാർട്ടി നിയോഗിക്കുന്ന പ്രധാനപ്പെട്ട ആളുകളിൽ കേരളത്തിലുള്ള പ്രമുഖരായ ആളുകൾ ശശി തരൂർ കഴിഞ്ഞാൽ പിന്നെ പ്രതിയോഗിക്കപ്പെടുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ് ശ്രീ ഡീൻ കുര്യാക്കോസ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നിയോജകമണ്ഡലത്തിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നു. വികസന രംഗത്തുണ്ടായിരുന്നു, രാഷ്ട്രീയ രംഗത്തുണ്ടായിരുന്നു, ജനങ്ങളുടെ പ്രശ്നത്തിലെ പോരാട്ടത്തിൻ്റെ രംഗത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു. പെട്ടിമുടി പോലെ ദുരന്തങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ദേവദൂതരെ പോലെ ഓടിയെത്തി അവരെ സഹായിക്കുന്ന സന്മനസ് അദ്ദേഹം കാണിച്ചിരുന്നു. വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകുന്ന സ്ഥലത്ത് അവിടെയെല്ലാം ഓടിയെത്തി അവർക്ക് സംരക്ഷണം നൽകാനും പ്രതിരോധം സൃഷ്ടിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. വികസന രംഗത്ത് നിയോജകമണ്ഡലത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത വികസന നേട്ടങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട 2 പദ്ധതികൾ ഇടുക്കി നിയോജകമണ്ഡലത്തിൽ 100 ബെഡുള്ള 150 കോടി രൂപയുള്ള കേന്ദ്ര പദ്ധതി നടപ്പിലാക്കുന്ന അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്നത് ഈ നാഷണൽ ഹൈവേയുടെ ഓരത്താണ്. മുണ്ടക്കയ മുതൽ കുമ്മിടി വരെയുള്ള ഭാഗത്ത് 350 കോടി രൂപയുടെ ദേശീയപാത വികസനം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇടുക്കിയിലെ എല്ലാ പ്രധാനപ്പെട്ട ടൗണുകൾക്കും അടിമാലി, ചെറുതോണി, കട്ടപ്പന, കുമളി, വണ്ടിപ്പെരിയാർ എല്ലാ പ്രദേശങ്ങൾക്കും ബൈപ്പാസുകൾക്കുള്ള അനുമതി വാങ്ങിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയേറെ വികസന പ്രവർത്തനങ്ങൾ 5 വർഷത്തിനിടയിൽ മറ്റൊരു ജനപ്രതിനിധിക്കും ഇതുവരെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, അതിനു മുമ്പുള്ള ജനപ്രതിക്ക് ലാൻഡ് മാർക്കായി എടുത്തു പറയാൻ പറ്റുന്ന ഒരു വികസന പ്രവർത്തനവും നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത കാര്യവും ശ്രീ ഡീൻ കുര്യാക്കോസ് അനുകൂലമായ ഘടകമാണ്. അദ്ദേഹത്തിന് പ്രതിസന്ധികൾ ഒന്നുമില്ല. വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഐക്യജനാധിപത്യ സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് വിജയിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസവും ഞങ്ങളുടെ പ്രതീക്ഷയും. ശ്രീ CV വർഗീസ്, അദ്ദേഹം വലിയ ആത്മവിശ്വാസമാണ് ചർച്ചയുടെ തുടക്കത്തിൽ പ്രകടിപ്പിച്ചത്. മാത്രമല്ല, ഡീൻ കുര്യാക്കോസ് ഒരു ദേവദൂതനാണ്, വികസന നായകനാണ്. പക്ഷേ കണക്കുകൾ നോക്കുമ്പോൾ അതിൻ്റെ ഒരു വസ്തുത എന്താണ്? 4,44,00,000 പെൻഡിംഗ് ആണ് എന്ന് പറയുന്നത് MP ഫണ്ടിൽ. അതിന് ഇവിടെ വന്നപ്പോൾ ഞാൻ കേട്ടൊരു വിശദീകരണം, മാർച്ചോടുകൂടി അത് കുറേയൊക്കെ പരിഹരിച്ചു പോകും, കുറേ കൂടി പെൻഡിങ് തീർക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് ഇടതുമുന്നണി ഡീനിനെയും ജോയ്സിനെയും തമ്മിൽ വോട്ടർമാർ വിലയിരുത്തണമോ? അങ്ങനെ വിലയിരുത്തിയാൽ നിങ്ങളുടെ പക്ഷത്തേക്ക് ഇടുക്കി ഇത്തവണ വരും എന്ന് കരുതുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? എനിക്ക് കോൺഗ്രസ് നേതൃത്വത്തിൽ വലിയ ബഹുമാനമുള്ള ആളാണ് ശ്രീമാൻ EM ആഗസ്തി. ഇന്നിപ്പോൾ പോയോ? അത് തീർച്ചയായും പോയി. പിന്നെ അഗസ്തി, അതിൻ്റെ സാഹചര്യം എന്നാന്ന് ചോദിച്ചാൽ, ഇപ്പോൾ വണ്ടിപ്പെരിയാർ ഒരു പാലമുണ്ട്, ജോയ്സ് ജോർജ് കൊണ്ടുവന്ന, ഇവരെല്ലാം സാക്ഷിയാണ്. 2 ഇത് രേഖയാണ്, വിവരാവകാശ രേഖയാണ്.
ജോയിസ് ജോർജിൻ്റെ കാലത്ത് 4 പാലങ്ങൾ, കല്ലാർ പാലം എല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല, സമയത്തിലുണ്ട്. 4 പാലം 19 കോടി രൂപ. ജോയിസ് ജോർജ് വന്നതിന് ശേഷമാണ് CRF ഫണ്ട് എന്ന് പറയുന്നൊരു പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടെന്ന് അറിഞ്ഞത്. കോൺഗ്രസിൻ്റെ 42 വർഷക്കാലത്തിൽ 15 വർഷം ഒഴിച്ചാൽ ബാക്കി മുഴുവൻ കോൺഗ്രസ് MP മാർ ഭരിച്ച ഒരു മണ്ഡലമാണിത്. CRF ഫണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടെന്നും അത് മേടിച്ച റോഡുണ്ടാക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കി 17 റോഡ് ഈ ജില്ലയിൽ സ്ഥാപിച്ച MP ആണ് ജോയിസ് ജോർജ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞില്ലേ, ഇവിടെ ശബരിമല കൊടയക്കനാൽ റോഡ് 8കാരി മമ്മൂഞ്ഞാവരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. അടുത്ത കാര്യം 17 ESI ആശുപത്രി ജോയിസ് ജോർജിൻ്റെ കാലത്ത് കൊണ്ടുവന്നു. ഡീൻ ഒന്നും ചെയ്തില്ലെന്നില്ല, ഒരാശുപത്രി കൊണ്ടുവന്നു. അടുത്തത് ഇതെല്ലാം രേഖയാണ്. ഹൈവേ 17 എണ്ണം ജോയിസ് ജോർജ്, അതിന് 4500 കോടി രൂപ ജോയിസ് ജോർജിന് കിട്ടി. 25 കോടിയും ചിലവഴിച്ചു. ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ 17 കോടി കിട്ടിയിട്ട് 4 കോടി 40 ലക്ഷം രൂപ DN കുര്യാക്കോസിൻ്റെ വീതിയിരിക്കുക. പിന്നെ അദ്ദേഹം വന്യമൃഗങ്ങളെ നേരിടാൻ വേണ്ടി നിലപാട് സ്വീകരിക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ് കാലോചിതമായ മാറ്റം വരുത്തി. 72-ൽ വന്യജീവി നിയമം കൊണ്ടുവന്നത് കോൺഗ്രസ് ശ്രീമതി ഗാന്ധിയാണ്. ആ നിയമം മാറ്റാൻ വേണ്ടി ജോയിസ് ജോർജ് MP ആയിരുന്നു പറഞ്ഞു. DN കുര്യാക്കോസ് അവിടെ നടത്തിയ പ്രസംഗത്തിൽ ഒന്ന് എൻ്റെ ശ്രദ്ധയിലുള്ളത്, പാർലമെൻറ്റിൻ്റെ ക്യാൻറ്റീനിൽ മസാല ദോശ വേണമെന്ന് അദ്ദേഹം നടത്തിയ രേഖയുണ്ട്. അതും വിവരാവകാശ രേഖ വെച്ച് എൻ്റെ കൈവശമുണ്ട്. മസാല ദോശ പാർലമെൻറ്റിൻ്റെ ക്യാൻറ്റീനിൽ വേണമെന്ന് പറഞ്ഞ MP ആണ്. അത് മാത്രമല്ല 18 MP മാർ കേരളത്തിൽ നിന്ന് പോയതിൽ ഇന്ത്യയിലെ 540 MP മാരിൽ 18 MP മാർ ഏറ്റവും പ്രഗത്ഭനായ MP എന്ന് പാർലമെൻറ്റ് അംഗീകരിച്ച് സ്വീകരണം വാങ്ങിയ MP ജോയിസ് ജോർജാണ്. അതിനകത്തും തർക്കമില്ല. അതുപോലെ തന്നെ വികസനത്തിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞല്ലോ, വന്യജീവി ആക്രമണ കാര്യം. പിന്നെ ഒരു പ്രളയമുണ്ടായി, 2018 പ്രളയമുണ്ടായി. 3650 കോടി രൂപയുടെ റോഡ് തകർന്നതാണ്. സംസ്ഥാന ഗവൺമെൻറ് ഒരു റിപ്പോർട്ട് കേന്ദ്രത്തിന് കൊടുത്തു. 450 രൂപ ഇവിടെ റേഷനരി തന്നു. ആ അരിയുടെ കാശ് തിരിച്ചു മേടിക്കുന്നതിനെതിരായിട്ട് ഒരു പ്രമേയം പാസ്സാക്കണമെന്ന് പറഞ്ഞ് കേരളത്തിലെ മുഖ്യമന്ത്രി തയ്യാറാക്കി കൊടുത്തിട്ട് കോൺഗ്രസിൻ്റെ 18 MP മാർ വേണ്ടിയില്ല. ഏറ്റവും കൂടുതൽ റോഡ് പോയത് ഇടുക്കി ജില്ലയിലാണ്. അതിന് വേണ്ടി ഒരു കമായെന്നൊരു ലക്ഷം വേണ്ടിയിട്ടില്ല. പിന്നെ ഒരു ജനപ്രതി എന്ന രൂപത്തിൽ പെട്ടിമുടി ദുരന്തമുണ്ടായപ്പോൾ പോയിട്ട് ഞാൻ നിഷേധിക്കുന്നില്ല. അതല്ല വേണ്ടത്. ഒരു പാർലമെൻറ്റ് MP എന്ന് പാർലമെൻറ്റ് മെമ്പർ എന്ന രൂപത്തിൽ ചോദിക്കുന്നത് കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ കൊണ്ടുവരാൻ കഴിയണം. ആ കേന്ദ്ര ആവിഷ്കൃത പദ്ധതി കൊണ്ട് ഇപ്പോൾ ഇവർ പറയുന്നത് 1260 കോടി രൂപയുടെ റോഡ് എവിടെ നിന്ന് ആരംഭിക്കുന്നത്? ചാലക്കുടിയിൽ നിന്ന് തുടങ്ങുന്നതാണ്. ചാലക്കുടിയിൽ തുടങ്ങി കൊച്ചി മതില റോഡ് ആരംഭിക്കുന്നതാണ്. ചാലക്കുടി മണ്ഡലത്തിലൂടെ, എറണാകുളം മണ്ഡലത്തിലൂടെ, ഇടുക്കി മണ്ഡലത്തിലൂടെ കൂടുന്നു. ആ 1200 കോടി രൂപ എന്താ? അതിൻ്റെ 40% പണം സംസ്ഥാന ഗവൺമെൻറ്റാണ് കൊടുക്കുന്നത്. 1260 കോടി രൂപ എന്ന് പറഞ്ഞാൽ 460 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് വിഹിതമാണ്. 40% പണം സംസ്ഥാന ഗവൺമെൻറ് വെച്ചിട്ടാണ് വിടുന്നത് ഒരു റോഡ്. പിന്നെ ഇപ്പോൾ നമ്മളിതിന് വരുമ്പോൾ നാളെ നിങ്ങൾ പോകുമ്പോൾ കൈരളിക്കാർ നോക്കിയോ, നമ്മുടെ കുട്ടിക്കാനം മതിൽ റോഡ് പോകുന്നുണ്ട്. അതിനകത്ത് സെക്കൻഡ് ഉദ്ഘാടനത്തിന് വേണ്ടി ജോയിസ് ജോർജിൻ്റെ കാലത്ത് കൊണ്ടുവന്ന നാഷണൽ ഹൈവേ ഉൾപ്പെടെ സെക്കൻഡ് റീച്ചിൻ്റെ ഉദ്ഘാടനത്തിന് വന്ന കേരളത്തിൽ ഏറ്റവും കൂടുതൽ സെക്കൻഡ് റോഡുകൾ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഉദ്ഘാടനം നടത്തിയ, 2ാം വിഭാഗം നടത്തിയ പൗരനെ പോലെ സെക്കൻഡ് ഉദ്ഘാടനം നടത്തിയിട്ടുള്ള ഒരാളാണ് DN കുര്യാക്കോസ് എന്ന കാര്യം തർക്കമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഇവിടെ ഈ വരുന്ന ജൂൺ മാസം 4-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ആ വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി ഇടുക്കി പാർലമെൻറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന MP ജോയിസ് ജോർജ് ആയിരിക്കുമെന്ന് ഇവിടെ നിൽക്കുന്ന ജനങ്ങളെ കണ്ടാലറിയാം. ഒരു തർക്കവും ഞങ്ങളെ സംബന്ധിച്ചില്ല. ശരി, ഇവിടെ സന്തോഷ് LDFിൻ്റെയും UDFിൻ്റെയും പ്രതീക്ഷകൾ, അവരുടെ ആത്മവിശ്വാസം പങ്കുവച്ചു. നിങ്ങളുടെ സ്ഥാനാർത്ഥി ഇപ്പോൾ ദിവസങ്ങൾ ആയിട്ടുണ്ടോ യഥാർത്ഥത്തിൽ വന്നത്? കാരണം ഇടുക്കിയിൽ ഇപ്പോൾ BDJS കൊടുത്തു. സ്ഥാനാർത്ഥി തന്നെ തൃശ്ശൂരുകാരിയാണെന്ന് തോന്നുന്നു അല്ലേ? പക്ഷേ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ നിന്ന് മത്സരിച്ച ഒരു ബന്ധം, ഇടുക്കി ബന്ധം നിങ്ങൾക്ക് പറയാനുമാകും. ഈ 2 MP മാർ അവരുടെ മുന്നണികൾ വളരെ ശക്തമായി ഇടുക്കിയുടെ ഒരു പൊതുവികാരത്തെ ഒപ്പം നിർത്താൻ പരിശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ നാട്ടുകാരോട് പറയാൻ അധികമായിട്ടുള്ളത്? നിങ്ങൾക്ക് എന്തിനു വേണ്ടി വോട്ട് ചെയ്യണം? എൻ്റെ കൂടെ നിൽക്കുന്ന
രണ്ട് നേതാക്കന്മാരും സൂചിപ്പിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലം ആദ്യത്തെ 5 വർഷം ജോയ്സ് ജോർജും അതുപോലെ തന്നെ ഇപ്പോൾ ഡീനും MP ആയിരിക്കുകയാണ്. ഈ സമയത്ത് ഒരുപാട് അവകാശവാദങ്ങൾ ഇരുവരും പറഞ്ഞെങ്കിലും ഞാൻ ആദ്യമായ ഒരു ചോദ്യം എനിക്ക് ചോദിക്കുവാനുള്ളത്, ഇവർ രണ്ടുപേരിൽ ആര് ജയിച്ചാലും അവിടെ ചെന്ന് ആർക്ക് വേണ്ടി കൈപൊക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാവണം. കാരണം ഇവരുടെ രണ്ടുപേരുടെയും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഒരേ വ്യക്തിയാണ്. ഈ സന്തോഷം, നമ്മൾ കുറച്ചുകൂടി മണ്ഡലത്തിനകത്ത് നിന്നിട്ടാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വരാം. കാരണം ഇടുക്കി മണ്ഡലം ഇവരുടെ പ്രകടനം നിങ്ങൾക്ക് യോജിപ്പും 2004 മുതൽ 2014 വരെ ഭരിച്ച UPA മുന്നണി, അതിന് ആദ്യത്തെ 4 വർഷക്കാലം ഇടതുപക്ഷവും കൂടെ ചേർന്നാണ് ഭരിച്ചത്. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ആ സമയത്ത് ആ 10 വർഷക്കാലം ഇടുക്കി ജില്ലയ്ക്ക് എന്ത് ലഭിച്ചു? 2014 മുതൽ ഈ 24 വരെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 10 വർഷക്കാലം നമ്മുടെ ഇടുക്കി ജില്ലയ്ക്ക് എന്ത് ലഭിച്ചു? അതെ, അത് രണ്ടുപേരും പറഞ്ഞല്ലോ. അതിൽ നിങ്ങളുടെ ഭാഗം പറയും. ഡീന്റെ നേട്ടം എന്ന് പറഞ്ഞ അദ്ദേഹം അവകാശപ്പെട്ട് അവതരിപ്പിച്ചു. ഇവിടെ ശ്രീ വർഗീസും അവതരിപ്പിച്ചു. ഓക്കെ, അപ്പോൾ അതിലേക്ക് വാ. അപ്പം ഈ 10 വർഷക്കാലവും ഇപ്പോൾ സൂചിപ്പിച്ച ഈ വണ്ടിപ്പെരിയാർ പാലം, അത് യഥാർത്ഥത്തിൽ അതിനു മുമ്പുള്ള MP-മാർ അപേക്ഷ കൊടുത്ത് 40 വർഷക്കാലം കാത്തു കിടന്നിട്ട് ലഭിക്കാത്തത് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രാലയത്തിൻ്റെ കീഴിൽ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പിൻ്റെ കീഴിൽ 9,65,00,000 രൂപ നൽകി, അതായത് നിതിൻ ഗഡ്കരിയുടെ ഫണ്ടിൽ നിന്നും നൽകിയാണ് ഈ പാലത്തിന് ഫണ്ട് അനുവദിച്ചത്. ആവിഷ്കൃത പദ്ധതിയാണ്. 40% പണം സംസ്ഥാന ഗവൺമെന്റ് വെച്ചത്. പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നല്ല ഈ പാലം ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രാലയത്തിനകത്ത് വേറെയില്ല. അതെ, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഓൺഡ് ഫണ്ട് അതിലുണ്ട്, കേന്ദ്രത്തിന്റെയും ഫണ്ട് ഉണ്ട്. അല്ല, ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. 60% കേന്ദ്ര ഫണ്ടാണ്, 40% കേരളത്തിൽ. അപ്പൊ ഞാൻ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ റോഡിന്റെ വികസനം പറഞ്ഞു. ദേശീയപാത വികസനം അങ്ങനെയല്ല. അല്ല, എനിക്കും കൂടെ അവസരം തരണേ. അങ്ങനെയല്ല, ദേശീയപാത വികസനം കേരളത്തിൽ ഇപ്പോൾ തകൃതിയായി നടന്നു വരുന്നു. അത് സ്തംഭിച്ചുപോയ ദേശീയപാത വികസനം പുനരാരംഭിച്ചത് പിന്നീട് അതിനൊരു 6,000 കോടി സംസ്ഥാന സർക്കാർ മുടക്കി പണമെടുത്ത് ഭൂമി ഏറ്റെടുത്തു കൊടുത്തപ്പോഴാണ്. എന്റെ സമയം അല്ല, അദ്ദേഹത്തിന് സംശയം പറഞ്ഞു. അതായത് കേന്ദ്ര പദ്ധതിയായ ഭാരത് മാല എന്ന് പറയുന്ന പദ്ധതിയുമായി ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ പറഞ്ഞ കൊച്ചി ധനുഷ്കോടി റോഡിൻ്റെ നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ചിട്ട്. അത് കേന്ദ്രം നേരിട്ടുള്ള ഭാരത് മാല എന്ന് പറയുന്ന പദ്ധതി പ്രകാരമാണ്. ശരി, എനിക്ക് ഞാൻ മറ്റൊന്നും കൂടെ സൂചിപ്പിച്ചേക്ക് വരാം. അതായത് ഇപ്പം വരീസേട്ടൻ സൂചിപ്പിച്ച കേന്ദ്ര വനം സംരക്ഷണ നിയമ ഭേദഗതി, ആ സമയത്ത് ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, നമ്മുടെ ഇപ്പോഴത്തെ നിലവിലെ MP അന്ന് ആ സമയം ആ ബില്ല് പാസ്സാക്കുന്ന സമയം അവിടെ പാർലമെൻറ്റിൽ നിന്നും വോക്കൗട്ട് ചെയ്ത് ഇറങ്ങിപ്പോകുന്ന സാഹചര്യം. ആ ബില്ല് പാസ്സാക്കുമ്പോൾ അവിടെ ഇരിക്കാതെ ഇവിടെയുള്ള ജനങ്ങളെ ഇത്രയധികം ബാധിക്കുന്ന ഈ വിഷയത്തെക്കുറിച്ചൊരു ചർച്ചയും ആ ബില്ല് പാസ്സാക്കുന്ന സമയത്ത് നിലവിലെ MP അവിടെ നിന്ന് ഇറങ്ങിപ്പോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം അല്ല, NDAക്ക് പറയുവാനുള്ളത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ NDAക്ക് അനുകൂലമായ സാഹചര്യമുണ്ട്. ഇടുക്കി ജില്ലയിൽ നിങ്ങളുടെ കൂടി അഭിപ്രായം എടുത്തുകൊണ്ട് നമ്മളിപ്പോൾ സംസാരിച്ചു വന്ന വിഷയം എന്താണെന്ന് അറിയാമല്ലോ. അതിൽ നിന്നുകൊണ്ട് സംസാരിച്ച് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് വേഗത്തിൽ പോകാം. പറഞ്ഞു 17 ESI ആശുപത്രികൾ ഇടുക്കി ജില്ലയിൽ ജോയ്സ് ജോർജിൻ്റെ കാലത്ത് കൊണ്ടുവന്നു എന്ന്. അങ്ങ് ദയവായി 17 ആശുപത്രികൾ എവിടെയൊക്കെയാണ് അനുവദിച്ചത് എന്ന് പറയുവാണെങ്കിൽ ഞങ്ങൾക്കതൊന്ന് അറിയാൻ പറ്റുമായിരുന്നു. അതോടൊപ്പം ഒരു കാര്യം, കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് പീരുമേട്ടിലെ തോട്ടം തൊഴിലാളികൾക്ക് ഗ്രാറ്റുവിറ്റി ലഭിക്കുന്നില്ല. നിരവധിയായ പരാതികൾ ഈ ഗവൺമെൻറ്റിന് ഞങ്ങൾ നൽകി. ഈ ഗ്രാറ്റുവിറ്റി ആളുകൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നടപടി അങ്ങയുടെ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ടോ? ഉണ്ടോ? സംസാരം അടുത്ത മൈക്കാരുടെ കയ്യിലാണ്. ഒന്ന് ചോദ്യം എന്താണ്? എവിടെയാണ്? 17 ESI ആശുപത്രി, മൂന്നാർ, തൊടുപുഴ, നെടുങ്കണ്ടം. ചോദിക്കേ, ഇവിടെ ഉണ്ട്, ലിസ്റ്റ് ഉണ്ട്, തരാം. ഇപ്പൊ നിലവിലെ ഇടുക്കി MP ടീൻ കുര്യാക്കോസ് പറയുമ്പോ എന്നെ എടുത്തോണ്ടിരിക്കായിരുന്നു. അതൊരു കാര്യം. 2, തോട്ടം തൊഴിലാളികളുടെ ബഹുമാനപ്പെട്ട UDF-ന്റെ ഗ്രാറ്റുവിറ്റി നിയമം പാർലമെന്റ് ചെയ്യണ്ടേ? ഗ്രാറ്റുവിറ്റി നിയമം പാർലമെന്റ് ആണ്, സംസ്ഥാന ഗവൺമെന്റ് അല്ല. പറയട്ടെ,
അത് ഞാൻ പറഞ്ഞോളാം. അത് ഒരു കമന്റ് കൂടി ഏത് എടുത്തോ. പാർലമെന്റാണ് ആരോടാണ് എം പി ചെയ്യണ്ടേ ചോദിച്ചോ അല്ല ഞാൻ ഈ ചോദിച്ചോട്ടെ രാകേഷേ. മൈക്ക് വെച്ച് മറുപടി പറഞ്ഞിട്ട് ഇത് മറുപടി ചോദിക്കട്ടെ. പറഞ്ഞിട്ട് ചോദിച്ചോളാം. അല്ല ചോദിക്കേ. ബഹുമാനപ്പെട്ട UDF-ന്റെ പ്രതിനിധിയോടാണ്. പക്ഷേ ഇടുക്കിയിലെ- KSU-കാര് എല്ലായിടത്തും ചോദിക്കാതെ ചോദ്യത്തിലേക്ക് മാത്രം. ഇടുക്കിയിലെ കർഷകരുടെയും കൃഷിക്കാരുടെയും പ്രതിനിധിയായിട്ടാണ് ശ്രീ ഡീൻ കുര്യാക്കോസ് ഇന്ത്യയിലെ പാർലമെന്റിലേക്ക് പോയിരിക്കുന്നത്. ഇദ്ദേഹം സ്പൈസസ് ബോർഡിന്റെ മെമ്പറായിരുന്ന സ്ഥാനം കഴിഞ്ഞ ഒരു വർഷക്കാലത്തിന് മുൻപേ രാജിവെക്കുകയുണ്ടായി. ഇതിലൂടെ ഇടുക്കിയിലെ കർഷകരെ ആകെ വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ച് UDF-ന് എന്താണ് പറയാനുള്ളത്? ഡീൻ കുര്യാക്കോസ് ഇടുക്കി പാർലമെന്റിലേക്ക് പോയത് ഇടുക്കിയിലെ കർഷകരുടെയും തൊഴിലാളികളുടെയും പ്രതിനിധിയായിട്ടാണെന്ന് ബഹുമാനപ്പെട്ട സുഹൃത്തിൻ്റെ അഭിപ്രായം വളരെ ശരിയാണ്. അദ്ദേഹം ആ സ്ഥാനത്തോട് വളരെ മാന്യത കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം സ്പൈസസ് ബോർഡിൽ അങ്ങനെ ഒരു അംഗമായി. മാന്യത കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ഥാനത്തിൽ സ്പൈസസ് ബോർഡിൽ നിലനിൽക്കണമായിരുന്നു. പക്ഷേ അംഗമായി. സ്ഥാനം നിലനിൽക്കാതെ മാന്യത സ്പൈസസ് ബോർഡിൽ കാണിച്ചിട്ടില്ല. അംഗമായി. അതാ ചോദിക്കാം. സ്പൈസസ് ബോർഡിലെ അംഗത്വം അദ്ദേഹം 6 മാസം മുമ്പ് രാജിവെച്ചു. എന്തിനു വേണ്ടി രാജിവെച്ചതിന് കാര്യമുണ്ട്. സ്പൈസസ് ബോർഡിനെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഏജൻസി സ്പൈസസ് ബോർഡ് മെമ്പർ ഇടുക്കി പാർലമെന്റ് മെമ്പർ അധികാരമാണ്. ഞാൻ സ്പൈസസ് ബോർഡ് മെമ്പർ ആയിരുന്നു. സ്പൈസസ് ബോർഡ് വൈസ് ചെയർമാൻ ആയിരുന്നു. എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. സ്പൈസസ് ബോർഡിനെ കേന്ദ്ര ഗവൺമെന്റ് നോക്കുകുത്തിയായി. കേന്ദ്ര ഗവൺമെന്റ് സ്പൈസസ് ബോർഡിന് ചെയർമാനില്ല, സ്പൈസസ് ബോർഡിന് സെക്രട്ടറി ഇല്ല. നോക്കുകുത്തിയായി ഇരുന്നതോട് അഭിമാനപൂർവ്വം രാജിവെച്ചതാണ്. അപ്പൊ ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ റൂട്ട് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. വളരെ ചെറിയ യൂത്ത് കോൺഗ്രസ് നേതാവ് ചോദിച്ച ഒരു ചോദ്യം, ഗ്രാറ്റുവിറ്റി കിട്ടുന്നില്ല. ട്രേഡ് യൂണിയൻ നേതാവാണെങ്കിൽ അത് കേന്ദ്ര പദ്ധതി, കേന്ദ്ര ഗവൺമെൻറ് നയത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കണം. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മാത്രം പരിധിയിലല്ല ഒരു കാര്യം അത്. രണ്ടാമത്തെ കാര്യം, ബഹുമാനപ്പെട്ട ആഗസ്റ്റാർ ഇവിടെ പറഞ്ഞ സ്പൈസസ് ബോർഡ് ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ നാണ്യവിളകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ജില്ല എന്ന രൂപത്തിൽ, പാർലമെൻറ്റ് മണ്ഡലം എന്ന രൂപത്തിൽ ഇവിടെ ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തെ പ്രതിനിധിക്ക് സംവരണം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് സ്പൈസസ് ബോർഡ് സ്ഥാനം. അത് 6 മാസത്തിനുള്ളിൽ 6 മാസം കഴിഞ്ഞ് രാജിവെച്ച് പോയപ്പോൾ, അല്ല ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഇടുക്കിയിലുണ്ടായിരുന്ന എല്ലാ സ്പൈസസ് ഓഫീസുകളും, ഇടുക്കി ജില്ലയിലുണ്ടായിരുന്ന എല്ലാ സ്പൈസസ് ഓഫീസുകളും ഡീൻ കുര്യാക്കോസ് MP ആയതിനു ശേഷം ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ സാധനവും തമിഴ്നാട്ടിലേക്ക് പോയി. കേരളത്തിലുണ്ടായിരുന്ന മുഴുവൻ സ്പൈസസ് ഓഫീസുകളും കേരളത്തിൽ നിന്ന് പോയി, പ്രത്യേകിച്ച് ഇടുക്കിയിൽ നിന്ന് പോയി. ഇപ്പം ഇവിടെ ഒരു ആഫീസും ഇല്ല. ഇദ്ദേഹം ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല. നമുക്ക് പ്രതിഷേധിക്കാൻ, ചോദിക്കാൻ, അവകാശങ്ങൾ ചോദിക്കാൻ അവസരമുള്ളപ്പോൾ, നേർക്കിട്ട് ചോദിക്കാനുള്ള അവസരമുള്ളപ്പോൾ ആ സ്ഥാനം രാജിവെച്ച് പോകുന്നതല്ല. പാർലമെന്റിൽ വിഷയം ഉന്നയിച്ചിട്ടില്ലെന്നാണോ? പാർലമെന്റിൽ വിഷയം ഉന്നയിക്കണം. ഇത്തരം നിലപാട് സ്വീകരിക്കുന്ന നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി അത് ചോദിക്കണം. ഡീൻ കുര്യാക്കോസ് ചോദിക്കാൻ കഴിയുന്നറിയോ? രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ വിമർശിച്ച ശേഷം പോയി കെട്ടിപ്പിടിച്ചത് നമ്മൾ കണ്ടതാ. അപ്പൊ ആ കെട്ടിപ്പിടിച്ച അദ്ദേഹത്തിന് അനുയായിയായ ഡീൻ കുര്യാക്കോസിന് നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി എൻ്റെ മണ്ഡലത്തിൽ നിൽക്കുന്ന ആയിരക്കണക്കായ തേയിലയേല കൃഷിക്കാരുടെ ആവശ്യമാണ്, അതുകൊണ്ട് നിങ്ങളുടെ നയം മാറ്റണമെന്ന് നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി ചോദിക്കാനുള്ള ആർജവമില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചത്. BJP-യുടെ റോൾ ഒന്ന് മാത്രമാണ്. മനസ്സിലാക്കി സംസാരിക്കണം എന്നാണ് എൻ്റെ റിക്വസ്റ്റ്. അല്ല, പാർലമെന്റിൽ ഡീൻ ഈ വിഷയം അവതരിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, ഡീൻ ഈ വിഷയം അവതരിപ്പിച്ചു. അദ്ദേഹം പ്രത്യേകമായി സബ്മിഷൻ കൊണ്ടുവന്നു, പാർലമെന്റിൽ സംസാരിച്ചു, സഭാരേഖയിലുണ്ട്. 2 പറയുന്നു, ഇടുക്കിയിലെ പാർലമെന്റ് അംഗത്തിന് സ്പൈസസ് സാങ്കേതിക വാദമാണ്. അത് വിട്ടേ. സ്പൈസസ് ബോർഡ് നോക്കുകുത്തിയാക്കുന്നു ഈ മലയോരത്തെ ഇടുക്കിയെ സംബന്ധിച്ച്. അതിന്റെ ഏറ്റവും വലിയ വിമർശനം നേരിടുന്ന BJP-യാണ്. ഇടുക്കിയിലെ അംഗം ഓട്ടോമാറ്റിക്കായി നേരത്തെ പറഞ്ഞതുകൊണ്ടാണ്. ശരി, സ്പൈസസ് ബോർഡ് നോക്കുകുത്തിയായി. അതിനെതിരെ എന്ത് ചെയ്തു? കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ അതിന്റെ പ്രതിഷേധം എങ്ങനെ വന്നു? അതിൽ BJP-ക്ക് റോളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്, സ്പൈസസ് ബോർഡ് നോക്കുകുത്തിയായി എന്ന് പറയുന്നത് ഇവിടെ പ്രതിനിധീകരിക്കുന്ന ഒരു MP-യുടെ ആൾ തന്നെ ഇവിടെ വന്ന് സൂചിപ്പിക്കുന്നത് വളരെ നിരാശാജനകമാണ്. കാരണം ഒരു സ്പൈസസ് ബോർഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഇവിടെയുള്ള MP-ക്കുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ ധരിപ്പിക്കേണ്ട, രാജ്യം ഭരിക്കുന്ന സർക്കാരിന് ഉത്തരവാദിത്വമില്ലേ? അല്ല, ഉണ്ട്. സർക്കാരിൽ എത്തിക്കേണ്ട അങ്ങനെയല്ല.
സ്പൈസസ് ബോർഡിന്റെ ആദ്യ ഉത്തരവാദിത്വം രാജ്യം ഭരിക്കുന്ന മോദി സർക്കാരിനാണ്. സ്പൈസസ് അതല്ലാതെ നിങ്ങൾ വേറെ ആരെങ്കിലും പണിയേറിയിട്ട് എന്ത് കാര്യം? സ്പൈസസ് ബോർഡ് ഇപ്പം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അത് നോക്കുകുത്തിയായെന്ന് ഇതന്നെയാണ് റബ്ബർ ബോർഡിന്റെ അവസ്ഥ. ഇതന്നെയാണ് റബ്ബർ ബോർഡിന്റെ അവസ്ഥ. പിന്നെ മറ്റൊന്നുകൂടി നമ്മളെ ഇവിടെ തോട്ടം പ്രതിസന്ധിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുണ്ട്. ഇവിടെ നമ്മുടെ 3-4 തോട്ടങ്ങൾ പൂട്ടിക്കിടക്കുകയാണ്. ആ പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങൾ തുറക്കുവാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരല്ല തീരുമാനമെടുക്കേണ്ടത്, അത് സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കുന്നത്. എനിക്കൊരു കാര്യം UDF-ന്റെ ആളോട് ചോദിക്കാം. ഈ കഴിഞ്ഞ 5 വർഷക്കാലം വികസനത്തിന്റെ കാര്യം പറഞ്ഞു. കൊക്കയാറ് പെരുവന്താനം 2 പഞ്ചായത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. കൊക്കയാറ് പഞ്ചായത്തിൽ ബോയ്സ് മുതൽ മേലോരമൽ റോഡിന് ജോയ്സ് ജോർജ് നിൽക്കുമ്പോൾ 6 കോടി രൂപയുടെ വികസനം പ്രവർത്തനം ചെയ്തു. തെക്കേമല വള്ളിയാങ്കാവ് റോഡിന് 4.5 കോടി വികസനം ചെയ്തു. മുറിഞ്ഞമട പാഞ്ചാലിമേട് 5 കോടി വികസനം ചെയ്തു. ജോയ്സ് ജോർജ് ചെയ്താണ്. ഡീൻ കുര്യാക്കോസ് ഈ കൊക്കയാറ് പെരുവന്താനം പഞ്ചായത്തിൽ എന്ത് ചെയ്തു? എനിക്ക് ചോദ്യമുള്ളത് UDF-ന്റെ പ്രതിനിധിയോടാണ്. ഇപ്പൊ കോവിഡാനന്തര കാലം എന്ന് പറഞ്ഞാൽ കോവിഡാനന്തര കാലഘട്ടം ടൂറിസം രംഗത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പം നിലവിലെ MP ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട പീരുമേട് നിയോജക മണ്ഡലം ടൂറിസം കേന്ദ്രമാണ്. വാഗമണ്ണ്, കുമ്മളി, തേക്കടി എല്ലാം അറിയാലോ. അപ്പോൾ ആ ടൂറിസം മേഖലയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി ഡീൻ കുര്യാക്കോസ് അനുവദിച്ച ഫണ്ട് എത്രയാണെന്നൊന്ന് പറഞ്ഞാൽ കൊള്ളാമെന്ന അഭിപ്രായമുണ്ട്. ഇതേ വിഷയവുമായി ബന്ധപ്പെട്ടാണോ? ആണെങ്കിൽ അവിടെ നിന്ന് എടുക്കാം. ഉണ്ടോ? ജില്ലാ സെക്രട്ടറിയാണ് ചോദിക്കാനുള്ളത്. നമ്മുടെ ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് നമ്മുടെ ജില്ലയിലെ ഭൂപ്രശ്നം. ആ ഭൂപ്രശ്നം ഇത്രയും വഷളാക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നാണ് UDF-ന്റെ ഗവൺമെൻറ്റുകളും കോൺഗ്രസും എല്ലാം പ്രവർത്തിച്ചത്. എന്നാൽ LDF ഗവൺമെൻറ് വന്നതിന് ശേഷം 2014 മുതൽ 2019 വരെ ജനപ്രതിനിധിയായിട്ട് ജോയ്സ് ജോർജും ഈ ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുണ്ട്, ഇത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതാണ് വിഷയത്തിലെ ഇടുക്കിയുമായി ബന്ധപ്പെട്ട ഒരു പുതിയ വിഷയത്തിലേക്ക് കൂടി അത് പോകുന്നു. അതായത് ഇടുക്കിയുടെ ഭൂപ്രശ്നങ്ങൾ ഏറ്റവും അധികം പട്ടയം നൽകിയെന്ന് സർക്കാർ അവകാശപ്പെടുന്ന സാഹചര്യം ഇതുകൂടി ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലത്തിൽ നിങ്ങളിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിക്കും. ആദ്യം പറഞ്ഞാൽ 2014 ഇവിടെ ജോയ്സ് ജോർജ് ജയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് ഗവൺമെൻറ് കൊണ്ടുവന്ന കസ്തൂരി രംഗൻ ഗാർഗി റിപ്പോർട്ടിനെതിരായി ഈ ജില്ലയിലെ ജനങ്ങൾ അണിനിരുന്ന പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി അതിനെ നേരിടാൻ കഴിഞ്ഞു എന്നുള്ള ജോയ്സ് ജോർജ് MP ആയി പാർലമെൻറ്റിൽ ചെന്നതുകൊണ്ട് മാത്രമാണ് അത് അവസാനിപ്പിക്കാൻ കഴിഞ്ഞത്. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം 93-ലെ 64-ലെയും ഭൂനിയമങ്ങൾ കൊണ്ടുവന്ന് കോൺഗ്രസിൻ്റെ ആർ ശങ്കർ മുതൽ പട്ടംനാണുപിള്ള കാലം മുതൽ ആർ ശങ്കർ മുതൽ കെ കരുണാകരൻ മുതലുള്ള UDF ഗവൺമെൻറ്റാണ്. അതെല്ലാം പരിഹരിക്കപ്പെട്ട 88 ഭൂപ്രശ്നം ഞാനെല്ലാം വിശദീകരിക്കുന്നില്ല. അതിനകത്തൊരു കാര്യം, നിർമ്മാണ നിരോധിത മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് എല്ലാ പ്രശ്നവും പരിഹരിച്ച് നിയമസഭയ്ക്കകത്ത് ബില്ല് അവതരിപ്പിച്ച് ഏകകണ്ഠമായി പാസ്സാക്കി ഗവർണർ അംഗീകാരം കൊടുത്തു. ആ ബില്ലിനകത്ത് VD സതീശനും മാത്യു കുഴൽനാടനും ഉൾപ്പെടെയുള്ള ആളുകൾ ഏകകണ്ഠമായി കൈപൊക്കി. എന്നിട്ട് ആ ബില്ലുമായി ഇവിടെ വന്ന് സമരം നടത്തിയ ഡീൻ കുര്യാക്കോസും UDF നേതൃത്വമാണ് കൃഷിക്കാരെ വഞ്ചിക്കുന്ന നിലപാടെടുത്തുള്ളത്. ഇന്ന് ഗവർണർ ഒപ്പിട്ടാൽ ഇടുക്കി ജില്ലയിലെ ഗവർണർ ഒപ്പിട്ടാൽ നാളെ ചട്ടമിറക്കിയാൽ ഇടുക്കി ജില്ലയിലെ നിർമ്മാണ നിരോധനം ഉൾപ്പെടെയുള്ള എല്ലാ ഭൂപ്രശ്നങ്ങളും ശാശ്വതമായി പരിഹരിക്കപ്പെട്ടിരിക്കും. ഉത്തരവാദിത്വപൂർവ്വം പറയാം. പക്ഷേ കോൺഗ്രസിൻ്റെ ആത്മവഞ്ചനയാണ്. അവിടെ VD സതീശൻ കൈപൊക്കുമ്പോൾ അവിടെ സമരം നടത്തുമ്പോൾ എന്നിട്ട് PJ ജോസഫ് അവിടെ കൈപൊക്കി എന്നിട്ട് ഇവിടെ വന്ന് ബില്ലിനെ എതിർക്കുക. ഇതാണ് കോൺഗ്രസിന് വഞ്ചന. അത് തന്നെയാണ് കോൺഗ്രസ് ഇത്രയും നശിച്ചു പോകാൻ കാര്യം. അല്ലെങ്കിൽ കോൺഗ്രസ് ജനങ്ങളിടയിൽ ഇത്രയും നശിക്കാൻ കാര്യം ജനങ്ങളോട് പറയുന്ന നീയാത്തോ തന്നെയാണ്. പിന്നെ ഇടുക്കിയിലെ ഭൂപ്രശ്നം LDF-ന്റെ കോൺഗ്രസിന്റെ സമീപനം ഇടുക്കിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്നാണ് ഭൂപ്രശ്നം. അത് സമ്മതിക്കുന്നു. കാലാകാലങ്ങളിൽ വന്ന ഗവൺമെന്റുകൾ കൃഷിക്കാർക്ക് കൃഷിഭൂമിക്ക് പട്ടയം നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് നിയമം കേരളത്തിൽ ആദ്യം കൊണ്ടുവന്ന 1960-ലെ കോൺഗ്രസ് ഗവൺമെന്റാണ്. 62-ലെ നിയമവും 64-ലെ ചട്ടവും അതനുസരിച്ച് കൊടുത്ത എല്ലാ പട്ടയങ്ങളും പരിപൂർണമായ അവകാശമായിരുന്നു. ഒരു തർക്കവും 2018 വരെ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഒരു നിയമം വന്നത് 1993-ലാണ്. കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത്, ഞാൻ MLA ആയിരുന്ന സമയത്ത് ശരത്തിനും അറിയാം, കേരള നിയമസഭയിൽ അങ്ങനെ ഒരു ബില്ല് അവതരിപ്പിച്ച് കേന്ദ്രത്തിൻ്റെ അനുമതിയോടുകൂടി ബില്ല് അവതരിപ്പിച്ച് നിയമസഭ പാസ്സാക്കി ചട്ടങ്ങൾ കൊണ്ട് 93-ലാണ്. ആ 2 നിയമത്തെ സംബന്ധിച്ചും 2018 വരെ കേരളത്തിൽ അതനുസരിച്ച് പട്ടയം കിട്ടി. ഒരു ഭൂമിയെ സംബന്ധിച്ചും ഒരു തർക്കവും
ഒരിടത്തും ഉണ്ടായിരുന്നില്ല. സാറേ 16 ഉപാധി കൊണ്ടുവന്നു. 2018 ഹൈക്കോടതിയുടെ ഒരു പരാമർശത്തെ തുടർന്ന് പട്ടയത്തിൻ്റെ സ്ഥിരതയെ സംബന്ധിച്ച് കൃഷിക്കും വീട് വയ്ക്കുന്നതിനും മാത്രമായി നൽകിയ ഭൂമിയിൽ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനധികൃതമാണ് എന്ന് ഹൈക്കോടതി കണ്ടെത്തിയതിനെ തുടർന്ന് സംജാതമായ പ്രശ്നം 2018 ഡിസംബർ മാസം 23-ാം തീയതി ഹൈക്കോടതിയെ പറ്റിയാ പറയുന്നത്. 2018 ഡിസംബർ മാസം 23 ഈ നിർമ്മാണ നിരോധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് നിലപാട് സ്വീകരിച്ചപ്പോൾ ആ ഹൈക്കോടതിയിൽ കേസ് കൊടുത്ത MLA-യുടെ കോൺഗ്രസ് നേതാവിന്റെ പേരൊന്ന് പറയാമോ? പറയേണ്ട കാര്യമില്ലല്ലോ. കോൺഗ്രസ് അല്ലല്ലോ കൊടുത്തത്. അയാളുടെ പേരാണ് മാത്യു കുഴൽനാടൻ. കോൺഗ്രസ് അല്ലല്ലോ കൊടുത്തത്. ഞാൻ വസ്തുതകൾ പറയട്ടെ. 2018 ഡിസംബർ വരെ 2018 ഡിസംബർ മാസം വരെ 1964 ചട്ടപ്രകാരം നൽകിയ ഒരു പട്ടയത്തിനും ഒരു തർക്കവും ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ തർക്കം വന്നു. തർക്കം 2018 ഡിസംബർ മാസം 21-ാം തീയതി കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു കൂട്ടിയ സർവകക്ഷി യോഗത്തിൽ നടപടി സ്വീകരിക്കുമെന്നും നിയമം ഭേദഗതി ചെയ്യുമെന്നും ഉറപ്പ് നൽകിയിട്ട് ആ ഉറപ്പ് പാലിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഭൂപ്രശ്നങ്ങൾ സങ്കീർണമാക്കിയത്. കേരളത്തിലെ ഗവൺമെന്റാണ്. സമാധാനമായി കോൺഗ്രസ് ഗവൺമെന്റ് ഇടുക്കി ജില്ലയിലെ ഭൂമി സങ്കീർണമാക്കിയത് അക്കമിട്ട് പറയാം. 64 ഭൂവിനിയോഗ നിയമം കൊണ്ടുവരുമ്പോൾ വീട് വെക്കാനും പുരവെച്ച് താമസിക്കാനും കൃഷി നടത്താൻ ഞാൻ മിണ്ടിയില്ലല്ലോ. ഞാൻ പറയട്ടെ, ഭൂനിയമത്തിന്റെ ഭാഗമായി കൊണ്ടുവന്നു. അതിനുശേഷം 93 കൊണ്ടുവന്ന നിയമം എന്താ? ഏതെങ്കിലും ഒരു ചെറിയ കട ഏതെങ്കിലും നടത്താം. ആ 2 നിയമത്തെ ചോദ്യം ചെയ്ത് അഗസ്താനും എനിക്കും അറിയാമല്ലോ. മൂന്നാറിൽ ഒരു ഹോട്ടൽ പണിയുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടൻ അദ്ദേഹത്തിന് ബിനാമിയെ കൊണ്ട് കേസ് കൊടുപ്പിച്ച് ഹൈക്കോടതിയിൽ എത്തിച്ച് ആ എത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ 2019 ജൂൺ മാസം 21-ാം തീയതി കേരള ഹൈക്കോടതി ഇടുക്കി ജില്ലയെ സമ്പൂർണ്ണമായ നിരോധനം 13 വില്ലേജുകളിലാക്കിയത് കോൺഗ്രസ് ഗവൺമെൻറ്റാണ്. അല്ല, കോൺഗ്രസിൻ്റെ MLA ഉൾപ്പെടെയുള്ള ആളുകളാണ്. അതിനുശേഷം അതിനെ ഹൈക്കോടതി ചോദ്യം ചെയ്തു. സുപ്രീം കോടതി ഇപ്പോൾ കേസ് നടത്തിയ ആരാ? ഇടുക്കി ജില്ലയെ നിർമ്മാണ നിരോധന മേഖല നിലനിർത്തണമെന്ന് പറഞ്ഞ് കേസ് നടത്തിയ ആരാ? മാത്യു കുഴൽനാടൻ. ജയറാം രമേശ് കേസിന് പോയതാരാ? കോൺഗ്രസിന്റെ മകളാ. കോൺഗ്രസിന്റെ കോടതി അഗസ്തി സാർ ഒരു അഡ്വക്കേറ്റ് ആണല്ലോ. സാർ അഡ്വക്കേറ്റ് ആണല്ലോ. ഞാൻ പറഞ്ഞ മാത്യു കുഴൽനാടൻ MLA ഇപ്പോഴായത്. മാത്യു കുഴൽനാടൻ പക്ഷേ കോൺഗ്രസ് നേതാവാണ്. ആ കാലത്ത് കോൺഗ്രസ് നേതാവാണോ? ബി ചിദംബരം ഉൾപ്പെടെയുള്ള ആളുകൾ കോടതിയിൽ പോയതിന്റെ ഭാഗമായി രേഖയുണ്ടല്ലോ. നമുക്ക് രേഖ വെച്ച് ചർച്ച ചെയ്യുന്നു. നമുക്കിത് ഇടുക്കിയിലെ വോട്ടർമാർക്ക് മുമ്പിലേക്ക് വെച്ചു കൊടുക്കാം. അവർ വിലയിരുത്തട്ടെ. സന്തോഷ്, വളരെ ചുരുക്കി, അടുത്ത വിഷയത്തിലേക്ക് പോവാം. അതായത് ഈ ഭൂപ്രശ്നത്തിന്റെ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു ചർച്ചയ്ക്ക് വന്നിരിക്കും. കേസിന് പോയത് കേസ് നടത്തി സുപ്രീം കോടതി എത്തിച്ച് ഈ ജില്ലയിലെ പ്രശ്നം കൊണ്ട് എത്തിച്ചതിനകത്ത് കോൺഗ്രസ് സാർ ചോദിക്കട്ടെ, മാത്യു കുഴൽനാടൻ കേസിന് പോയെന്ന് അംഗീകരിക്കാവോ? ഞാൻ പറഞ്ഞല്ലോ, MLA അംഗീകരിക്കാവോ? ഹൈക്കോടതി അംഗീകരിക്കാവോ? സുപ്രീം കോടതി അംഗീകരിക്കാവോ? അല്ല, ഒരു കാര്യം മനസ്സിലായി. മാത്യു കുഴൽനാടൻ കേസ് പോയി, പക്ഷെ അദ്ദേഹം MLA ആകുന്നതിന് മുമ്പാണ്. ഇത്രയല്ലേ ഉള്ളൂ. പക്ഷെ കോൺഗ്രസ് നേതാവാണോ? ഇപ്പൊ പോയോ? പോയില്ലേ? ആര് പറഞ്ഞു പോയില്ലെന്ന്? ശരി, സന്തോഷ്. ഒരല്പം സമയം. വേഗം സന്തോഷ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനൊന്നും വലിയ കാര്യമില്ല. അങ്ങനെ സംസാരിച്ചിട്ട് കാര്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭൂസംരക്ഷണം വേണ്ടിയിട്ടാണ്. അല്ലാതെ ചുമ്മാ സംസാരിച്ചിട്ട് കാര്യമില്ല.
ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാന സുഹൃത്തെ, അദ്ദേഹം പറഞ്ഞിട്ട് തർക്കിക്കാം. കയ്യേറ്റക്കാർ തന്നെയാണ്. കയ്യേറ്റക്കാർ ഇടുക്കി ജില്ലയിലെ അദ്ദേഹം സംസാരിച്ചിട്ട് നിങ്ങൾക്ക് മറുപടി പറയാം. പരിഹരിക്കുവാൻ സാധിക്കില്ല. ഇടുക്കി ജില്ലയിലെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ടൂറിസം കേന്ദ്രങ്ങളിൽ ആവാഹിച്ചിരിക്കുന്ന കയ്യേറ്റമാണ്. ആരായിക്കോട്ടെ, ആ കയ്യേറ്റം കോൺഗ്രസിന്റെ പ്രതിനിധിയോടാണ്. ഇടുക്കി ജില്ലയിലെ ഏറ്റവും സാധ്യതയുള്ള ഒരു മേഖലയാണ് ടൂറിസം. ഇടുക്കി ജില്ലയിൽ ഏറ്റവും സാധ്യതയുള്ളൊരു മേഖലയാണ് ടൂറിസം. നേരത്തെ ഒരാൾ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, ഡീൻ കുര്യാക്കോസ് MP ഈ 5 വർഷക്കാലം കൊണ്ട് എത്ര രൂപ അനുവദിച്ചു ടൂറിസം മേഖലയ്ക്ക്? ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം. സുഹൃത്തെ, നോ അത് ശരിയായ നടപടിയല്ല, അത് നല്ല നടപടിയല്ല. നിങ്ങൾ ചോദ്യം ചോദിച്ചു, പറയാനുള്ള അവസരം ഇവിടെ കൊടുക്കണം. ഞാൻ വളരെ വ്യക്തമായി പറയാം. ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. എൻ്റെ കയ്യിൽ അതിനുള്ള വിവരങ്ങൾ ലഭ്യമല്ല. അല്ല 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 എനിക്ക് ബാക്കിയോടെ പറയാൻ സമ്മതിക്കേ. ബാക്കിയോടെ പറയാൻ സമ്മതിക്കല്ലേ? ബാക്കിയോടെ പറയാൻ സമ്മതിക്കേ. അല്ല, പക്ഷേ അദ്ദേഹം ബാക്കി പറയും. ഒരു മിനിറ്റ് പറയാൻ സമ്മതിക്കേ. ഞാനിവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളാണ്. ഒറ്റ ചോദ്യം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ബോധ്യമുള്ള കാര്യങ്ങളാണ്. പറയാൻ പോകുന്ന ബോധ്യമുള്ള കാര്യങ്ങളാണ്. ഈ കാര്യത്തിൽ എന്റെ ലഭ്യ വിവരങ്ങൾ ലഭ്യമല്ല. ഈ കാര്യത്തിൽ അദ്ദേഹം അത് തുറന്നു പറഞ്ഞു. അദ്ദേഹത്തിന്റെ കയ്യിൽ അതുമായി ബന്ധപ്പെട്ട കണക്കുകളില്ല. അദ്ദേഹത്തിന്റെ കയ്യിലില്ലാത്തതാണോ MP പണം ചെലവഴിക്കാത്തതാണ്? ഇത് ഞങ്ങളിവിടെ വന്ന് ചോദ്യം ചോദിക്കണമെങ്കിൽ ആദ്യം EM അഗസ്തി ഞങ്ങൾക്ക് എന്തൊക്കെ ചോദിക്കാം, അദ്ദേഹത്തിന് എന്തെല്ലാം രേഖകളാണ് ഉള്ളത് എന്ന് പറഞ്ഞാലല്ലേ ഞങ്ങൾക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നതിന് മറുപടി ശരത്ത്. ഹലോ, എനിക്ക് പറയാനുള്ളത് UDF-ഉം BJP-ക്കാരുടെ അടുത്ത് ചോദിക്കാനുള്ളത്, പീരുമേട് താലൂക്കിൽ എന്ന് പറഞ്ഞ എസ്റ്റേറ്റ് മേഖലയാണ്, തോട്ടം തൊഴിലാളികൾ ജീവിക്കുന്ന മേഖലയാണ്. ഈ മേഖലയിൽ പല എസ്റ്റേറ്റും അടച്ചുപൂട്ടി കിടക്കുന്നു. ഈ അടച്ചുപൂട്ടി കിടക്കുന്ന മേഖലയ്ക്ക് ഇവരെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിച്ചു? ഞങ്ങൾക്ക് അതായത് LDF ഓണസമയം ഞങ്ങൾക്ക് മാവേലി സ്റ്റോർ വഴി ഞങ്ങൾക്ക് കിറ്റ് തന്നുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് എന്ത് ചെയ്യാം? ശരി, മറ്റു ചില കമന്റ്സ് കൂടി എടുക്കാം. EM അഗസ്തി സാർ പറഞ്ഞു, കഴിഞ്ഞ 5 വർഷം ഡീൻ കുര്യാക്കോസ് ഈ മണ്ഡലത്തിൽ ടൂറിസമായി രംഗപ്പെടുത്തി ഒന്നും ചെയ്തില്ല, രേഖയില്ലെന്ന് പറഞ്ഞു. അതേ ചോദ്യം ഞാൻ CPM-ന്റെ പ്രതിനിധിയോട് ചോദിക്കുകയാണ്. 2014-19 കാലഘട്ടത്തിൽ ജോയ്സ് ജോർജ് പീരുമേട് മണ്ഡലത്തിൽ നടത്തിയ ടൂറിസവുമായി ബന്ധപ്പെട്ട് നടത്തിയ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് CPM-ന്റെ പ്രതിനിധിക്ക് അവസരത്തിൽ പറയാൻ പറ്റുമോ? ഒരു കാര്യം ഇടയ്ക്ക് ഇടപെടരുത്. ടൂറിസം പദ്ധതിയെ സംബന്ധിച്ച് അഗസ്ത്യ സാർ വളരെ കൃത്യമായ ബുദ്ധിപൂർവ്വ ചോദ്യത്തിന് മറുപടിയാ പറയണേ. അഗസ്ത്യ സാർ വളരെ ബുദ്ധിപൂർവ്വ മറുപടിയാ പറഞ്ഞ. കാരണം എന്തറിയോ, ഡീൻ കുര്യാക്കോസിന്റെ കാലത്ത് ടൂറിസം പദ്ധതിക്ക് 1 രൂപ പോലും ഇടുക്കി ജില്ലയെ മുടക്കിയിട്ടില്ല. ആധികാരികമായ രേഖയാണിത്. ജോയ്സ് ജോർജ് എന്ത് ചെയ്തു എന്നാ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ടൂറിസം പദ്ധതിയിൽ അനുവദിച്ചുള്ള ആധികാരികമായി പറയാം. ജോയ്സ് ജോർജിന്റെ കാലത്ത് 1 തേക്കടി ഇവിടെ നമ്മൾ അനുവദിച്ചിരിക്കുന്നത്, 1 ഇടുക്കി എക്കോ ലോഡ്ജ്, കുമളി എക്കോ ലോഡ്ജ്, വാഗമണ്ണിന് 18 കോടി രൂപ, 18 കോടി രൂപയുടെ ടൂറിസം പദ്ധതി. ജോയ്സ് ജോർജിന്റെ കാലത്ത് 23 കോടി രൂപയുടെ ടൂറിസം പദ്ധതി ഇവിടെ കൊണ്ടുവന്നെങ്കിൽ 1 രൂപയുടെ പോലും ഒരു പദ്ധതി പോലും ഒരു സംസ്ഥാന ഗവൺമെന്റ് പദ്ധതികളാണ് ഇദ്ദേഹം ഇവിടെ പറയുന്നത്. കള്ളമാണ് പറയുന്നത്. എന്റെ പൊന്ന് ആകെ സാറേ, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ആകെ സാറോട് എനിക്ക് വലിയ ബഹുമാനമുണ്ട്. കോൺഗ്രസ് പൊതുവേ കള്ളം പറയുന്നതാ, കുറച്ച് പറയുന്നതാണ്. പൊതുവേ കള്ളം പറയാത്ത ആളാണ് ആഗസ്റ്റ് സാർ എന്നാണ് കരുതിയത്. പക്ഷേ കള്ളനാണ് ഇദ്ദേഹം എന്നിപ്പോ മനസ്സിലാക്കി. ഇതെല്ലാം രേഖയാണ്. ടൂറിസം പദ്ധതി സംസ്ഥാന ഗവൺമെന്റും ഉണ്ട്. സ്വദർശി ഗ്രാം പദ്ധതി MBA ഈ ഇടുക്കി ജില്ലാ നിയോജക മണ്ഡലത്തില് MBA കണ്ടവരാരുണ്ട്? അതിന് മറുപടി പുള്ളി പറയണം. MB എത്ര പേരെ കണ്ടു? ഞാൻ പറയാം.
ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടത്. MBA കണ്ടവരാരുണ്ട് എന്നൊരു ചോദ്യമുണ്ട്. കണ്ണുള്ളവരെല്ലാം MBA കണ്ടിട്ടുണ്ട്, കുരുടന്മാർ കണ്ടിട്ടില്ല. രാഷ്ട്രീയ കുരുടന്മാർ കണ്ടിട്ടില്ല, കണ്ണുള്ളവരെല്ലാം പ്രിയപ്പെട്ട അഗസ്റ്റ് സാറേ, കണ്ണുള്ളവരെല്ലാം സംസ്ഥാന ടൂറിസം പദ്ധതി വിളിച്ച് കണ്ടിട്ടില്ല. അദ്ദേഹം MP ആയപ്പോ 15 ആളുകളെ ഇടുക്കി ജില്ലയിൽ പറഞ്ഞോട്ടെ. അദ്ദേഹം MP ആയതിന് ശേഷം അദ്ദേഹത്തിന്റെ കാലത്ത് 15 ആളുകളെ ആന ചവിട്ടി കൊന്നിട്ടുണ്ട്. 13 സ്ഥലത്ത് പോയില്ല. അവസാനം മരിച്ച എല്ലാ സ്ഥലത്ത് മൃതശരീരം മോട്ടിച്ചുകൊണ്ട് പോകുമ്പോഴാണ് ഈ കണ്ടത്. പെരുമ്പാവൂര് മോട്ടിച്ചു, അതുപോലെ തന്നെ കുമളി മൂന്നാറ് മോട്ടിക്കാൻ പറ്റില്ല. മൃതശരീരം മോട്ടിച്ച MP ആരെന്ന് ചോദിച്ചാൽ അത് D. കുര്യാക്കോസ് ആണ്. അതായത് ഈ തെരഞ്ഞെടുപ്പിന് ഇടുക്കിയുടെ സവിശേഷമായ വിഷയങ്ങൾക്ക് വലിയ പ്രാധാന്യം ഈ ചർച്ചയിൽ വന്നു. പക്ഷെ ഇതിനൊരു രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്. ആഹാരം ഇരുന്നത് എവിടെയാണോ 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 അതായത് ഈ തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയ പ്രാധാന്യം വളരെ വലുതാണ്. ഞാൻ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് ഞാൻ ആദ്യം BJP-യിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. ഇലക്ട്രൽ ബോണ്ട് ഏറ്റവും വലിയ അഴിമതി തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് BJP-യുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഏറ്റവും ശക്തമായ പ്രശ്നങ്ങൾ, രാജ്യത്തെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കുന്ന പൗരത്വ നിയമ ഭേദഗതി പ്രശ്നം, കേരളത്തിൽ മതന്യൂനപക്ഷങ്ങളടക്കമുള്ള വോട്ടർമാർക്ക് എങ്ങനെ BJP-യെ വിശ്വസിക്കാനാകും? എങ്ങനെ നിങ്ങൾക്ക് വോട്ട് ചെയ്യും? ഏറ്റവും അധികം പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലല്ലേ മോദി സർക്കാർ? ഒരിക്കലുമല്ല. അതൊക്കെ വെറുതെ ആരോപണം ഉന്നയിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പൗരത്വ ഭേദഗതി ബില്ലെന്ന് പറഞ്ഞ കഴിഞ്ഞ സർക്കാരിൻ്റെ നമ്മുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിരുന്ന വിഷയമാണ്. അതുകൊണ്ട് ഒരു സാധാരണക്കാരനായ അല്ലെങ്കിൽ രാജ്യസ്നേഹമുള്ള ഒരു ന്യൂനപക്ഷങ്ങൾക്കും ഒരു വിഷയം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അത് യാതൊരുവിധ പ്രശ്നവുമുള്ള ഈ പറയുന്ന തരത്തിലുള്ള കെട്ടിഘോഷിക്കുന്ന തരത്തിലുള്ള പ്രശ്നമുള്ളതല്ല. അതായത് വിവിധ രാഷ്ട്രീയ കക്ഷികൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന അനധികൃതമായ ഫണ്ട് നിർത്തലാക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരിക്കൽ കൂടി പരിശോധിച്ചതിന് അല്ല, അതിനെ ന്യായീകരിക്കാന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഉദ്ദേശശുദ്ധിയോടുകൂടി തന്നെയാണ്. അല്ലാതെ അത് പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നതാണ്. അത് മാത്രമേ നമ്മൾ രണ്ട്, ഈ പൗരത്വ പ്രശ്നത്തിൽ കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ ആർക്കൊപ്പം നിൽക്കണം? ആരെ വിശ്വസിക്കണം? ഇടതുപക്ഷത്തെയോ അതോ ഐക്യജനാധിപത്യ മുന്നണിയെയോ? ബോണ്ട് മേടിക്കാതെ വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരു കോർപ്പറേറ്റുകളിൽ നിന്ന് കാശ് വേണ്ട എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ പോയി ചോദ്യം ചെയ്ത, സുപ്രീം കോടതിയുടെ കയ്യിലേക്ക് എത്തിച്ച ഇന്ത്യയിലെ ഏക രാഷ്ട്രീയ പാർട്ടി CPM ആണ്. ഒന്ന്, അതിന് ഉത്തരം. രണ്ട്, കോൺഗ്രസ് 630 കോടി മേടിച്ചു, ഇവർ 1300 കോടി മേടിച്ചു. ഞങ്ങളിൽ നയാ പൈസ മേടിച്ചിട്ടില്ല. അടുത്തത് പൗരത്വ ഭേദഗതി ബില്ല്. BJP 6000 കോടി, കോൺഗ്രസ് 1400 അടുത്ത് കോടി, പിന്നെ തൃണമൂൽ കോൺഗ്രസ്, അങ്ങനെ ചില പാർട്ടികൾ എല്ലാവരും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അടുത്തത് പൗരത്വ ഭേദഗതി ബില്ല്. ആ പൗരത്വ ഭേദഗതി ബില്ല് നടപ്പാക്കിയാല എന്നും BJP അധികാരത്തിൽ വന്നാലും നരേന്ദ്രമോദി വന്നാലും അത് നടപ്പാക്കില്ല എന്ന് ചങ്കത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞ കരുത്തനായ ഒരു മുഖ്യമന്ത്രിയെ കേരളത്തിലുള്ളൂ. അത് പിണറായിയാണ്. കോൺഗ്രസ് അതൊക്കെ നടപ്പാക്കും. അത് മാത്രമല്ല, ആ ബില്ല് നടപ്പാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പാർലമെന്റിൽ ചോദ്യം ചെയ്യണമെങ്കിൽ ജോയ്സ് ജോർജ് തന്നെ MP പൗരത്വ ഭേദഗതി ബില്ലിനെതിരായി ഒറ്റക്കാരുടെ ശരത്ത് പൗരത്വ ഭേദഗതി ബില്ല് നടപ്പാകില്ല എന്ന് ഇവിടെ കോൺഗ്രസ് പറയുന്നുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധിയോ
കോൺഗ്രസിന് അഖിലേന്ത്യാ പ്രസിഡന്റിന്റെയോ ബാക്കിയെന്ന് ഒരു അക്ഷരം വന്നിട്ടില്ല. അതുകൊണ്ട് ഇവരത് നടപ്പാക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അഗസ്റ്റിയോട് ഇതോടൊപ്പം ഒരു വാചകം മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. ആലപ്പുഴയിൽ കൈപ്പത്തിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ രാജസ്ഥാനിൽ താമര വിരിയും എന്ന നിലയിൽ അടക്കം സോഷ്യൽ മീഡിയയിൽ ഗൗരവമായ ചർച്ച നടക്കുന്നു. ഞാൻ അതിന്റെ വിശദാംശങ്ങളൊന്നും പറയേണ്ട, താങ്കൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോ ഇത് അതായത് അദ്ദേഹത്തിന്റെ രാജസ്ഥാനിലെ കോൺഗ്രസിന്റെ രാജ്യസഭാംഗത്വം ഓട്ടോമാറ്റിക്കലി BJP-യിലേക്ക് പോകുന്ന അവസ്ഥ വരും. അപ്പൊ ഈ വിഷയങ്ങളിൽ മതന്യൂനപക്ഷങ്ങൾക്ക് കോൺഗ്രസിനെ വിശ്വസിക്കാനാവാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് നിൽക്കുന്നു. മതന്യൂനപക്ഷങ്ങൾക്ക് കേരളത്തിൽ കോൺഗ്രസിനെയോ UDF-നെയോ വിശ്വസിക്കാൻ കഴിയാത്തൊരു രാഷ്ട്രീയ സാഹചര്യം നിങ്ങളുടെ മുമ്പിൽ പ്രതികൂലമായി നിൽക്കുന്നു. തെരഞ്ഞെടുപ്പിൽ 2 ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ടോ അതോ മൂന്നാമത്തെ കാര്യമുള്ളൂ? ഏത് വേണമെങ്കിലും എടുക്കാം. അല്ല, ഞാൻ ആ മൂന്നാമത്തെ കാര്യത്തിന് ആദ്യം മറുപടി പറയാം. ഞാൻ 3 ചോദ്യങ്ങൾ പരിപാടിക്കകത്ത് ഡീൻ കുര്യാക്കോസ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ MP പറഞ്ഞു, നരേന്ദ്രമോദി ഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ ഞാൻ പോകുമോ എന്ന് പറഞ്ഞു. കോൺഗ്രസിന് ഉറപ്പുണ്ടോ ഡീൻ കുര്യാക്കോസ് താമരയായി മാറത്തില്ല എന്ന് ഉറപ്പ് അഗസ്തി സാറിന് ഇവിടെ തരാൻ പറ്റുമോ? നിങ്ങൾ ചോദിച്ച 3 ചോദ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, 3 ചോദ്യം പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ആലപ്പുഴയിൽ KC വേണുഗോപാൽ വിജയിച്ചാൽ രാജസ്ഥാനിൽ താമര വിരിയോ എന്നാണ്. ഞാൻ പറയുന്നു ഇല്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒന്നാമത്തെ കക്ഷിയെ ഗവൺമെന്റ് ഉണ്ടാക്കാൻ രാഷ്ട്രപതി വിളിക്കും. കോൺഗ്രസ് വരില്ലല്ലോ. കോൺഗ്രസ് വരും. എന്റെ മറുപടി നിങ്ങൾ കേൾക്കൂ. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒന്നാമത്തെ വലിയ കക്ഷിയെ ഗവൺമെന്റ് ഉണ്ടാക്കാൻ രാഷ്ട്രപതി ക്ഷണിക്കും. അത് ലോക്സഭയിലെ അംഗസംഖ്യയാണ്. രാജ്യസഭയിലെ അംഗസംഖ്യ രാഷ്ട്രപതി പരിഗണിക്കുന്നില്ല. കോൺഗ്രസ് രാഷ്ട്രപതി പരിഗണിക്കുന്ന പ്രശ്നമില്ല. ലോക്സഭയിലെ വലിയ കക്ഷിയെ ഗവൺമെന്റ് ഉണ്ടാക്കാൻ ക്ഷണിക്കും. ലോക്സഭയിലെ ഒന്നാമത്തെ കക്ഷി ഗവൺമെന്റ് ഉണ്ടാക്കണമെന്നില്ല. ഒന്നാമത്തെ കക്ഷി ഗവൺമെന്റ് ഉണ്ടാക്കാൻ പറ്റാതെ വന്നാൽ രണ്ടാമത്തെ കക്ഷിയെ വിളിക്കും. ചരിത്രം ഞങ്ങൾ 400 സീറ്റിൽ BJP-ക്കെതിരെ മത്സരിക്കുകയാണ്. 40 സീറ്റിൽ CPM മത്സരിക്കുക. ഞാൻ ചോദിച്ചത് ഇന്ത്യ മുന്നണിയിലെ ഒരു കക്ഷി മാത്രമാണ് കോൺഗ്രസ്. കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പോലും കോൺഗ്രസ് എന്ന ദേശീയ പാർട്ടിക്ക് വെക്കാനേ കഴിയുന്നില്ല. ആരാണ്? കോൺഗ്രസ് അതുവേറെ. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്? പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് ജയിക്കും. ഇപ്പൊ പറയാമോ? ഇപ്പൊ പറയേണ്ട കോൺഗ്രസ് ഞാനും അത്രേ പറഞ്ഞുള്ളൂ. ലോക്സഭയിലെ ഒരു സീറ്റ് പ്രധാനപ്പെട്ടതാണ്. 40 സീറ്റിലാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മത്സരിക്കുന്നത്. ഇടത് വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മത്സരിക്കുന്നത് 40 സീറ്റിൽ. കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് 3, കേരളത്തിൽ 1, തമിഴ്നാട്ടിൽ 2. പിന്നെ എങ്ങനെ അവർക്ക് ഗവൺമെന്റ്? എന്തിനാണ് അവർ വോട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാൻ ഒരു കാര്യമുള്ളൂ. ഇവിടെ KC വേണുഗോപാൽ ജയിച്ചാൽ BJP-യുടെ രാജ്യസഭാ മെമ്പർ, അത് തോറ്റാൽ BJP-യുടെ ഒരു രാജ്യസഭാ മെമ്പർ ഉണ്ടാക്കി കൊടുക്കാനുള്ള കച്ചവടം ഉറപ്പിച്ചുള്ള ഇവരാ, ഞങ്ങളല്ല. അല്ല, രാജ്യ കച്ചവടം ഒന്ന്. പിന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയിലെ കോൺഗ്രസ് ഒരു ഇന്ത്യ മുന്നണി രൂപപ്പെടുകയും BJP-യെ തോൽപ്പിക്കുക എന്ന് ഞങ്ങൾക്ക് ലക്ഷ്യമുണ്ട്. പക്ഷേ ആഗസ്റ്റ് സാറിൻ്റെ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ മാത്രമാണ് കോൺഗ്രസിന്റെ ആൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മലർപ്പൊടിക്കാരന്റെ സ്വപ്നത്തിൽ മതനിരപേക്ഷ കക്ഷികൾ BJP-യെ തോൽപ്പിക്കാൻ നിൽക്കും. അതിനകത്ത് CPM വഹിക്കുന്ന ഒരു പങ്ക് പോലും കോൺഗ്രസ് വഹിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? കോൺഗ്രസ് MP-മാരെ വിലയ്ക്ക് മേടിച്ചുകൊണ്ട് BJP പോകുമ്പോൾ ഉറച്ചു നിൽക്കണമെങ്കിൽ ഇടതുപക്ഷ MP-മാർ ഇന്ത്യൻ പാർലമെന്റ് ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം. ഇതാണ് കോൺഗ്രസ്. അഗസ്തി കോൺഗ്രസിന്റെ പ്രതീക്ഷകളെ കുറിച്ച് പറഞ്ഞു. വികസനം, മോദി എന്നത് ഒരു നേട്ടമായി രാജ്യത്തുണ്ടാകുമെന്ന BJP-യുടെ വാദം, ഇതെല്ലാം ഇടുക്കിയുടെ മണ്ണിൽ ആവേശകരമായി ചർച്ചയിൽ നമ്മൾ കേൾക്കുകയായിരുന്നു, കാണുകയായിരുന്നു. പടക്കളം അവസാനിക്കുന്നു. നന്ദി.